നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർവകലാശാല ശിക്ഷാ ഇളവ് അന്വേഷണം നടന്നുവരികയാണെന്ന് VC ഡോക്ടർ ബിജോയ് നന്ദൻ. ഈ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായില്ല. ചർച്ചകൾക്കായി സിൻഡിക്കേറ്റ് ചേരുമെന്നും വൈസ് ചാൻസലർ. ഏകദിന ശില്പശാലയുമായി ജില്ലാ വെറ്റിനറി അസോസിയേഷൻ. ശില്പശാല ഏക ആരോഗ്യം, ആരോഗ്യ വീക്ഷണം എന്ന സന്ദേശമുയർത്തി. പരിപാടി ലോക വെറ്റിനറി ദിനത്തോട് അനുബന്ധിച്ച്. പയ്യന്നൂർ ബ്രദേഴ്സ് ക്ലബിന്റെ ഓല PP അവാർഡ് പൊന്നാമ്പലയ്ക്ക്. ബാല്യത്തിലെ കഴിവ് തെളിയിച്ച കലാകാരിക്ക് നാടിന്റെ ആദരം. കുഞ്ഞു വേഷങ്ങളിലൂടെ സിനിമയിലും സാന്നിധ്യമറിയിച്ച് വൈഖരി സാവനെന്ന പൊന്നാമ്പല. വാർത്തകൾ വിശദമായി. കണ്ണൂർ സർവകലാശാലയിൽ ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിലും പരീക്ഷാ ചട്ടലംഘനം നടത്തിയ വിദ്യാർത്ഥിയുടെ ശിക്ഷ ഇളവ് ചെയ്ത സംഭവത്തിലും അന്വേഷണം നടന്നുവരികയാണെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ ബിജോയ് നന്ദൻ പറഞ്ഞു. താവക്കര സർവകലാശാല ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശിക്ഷാ ഇളവ് നൽകിയെന്ന കാരണത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അടുത്ത ദിവസം തന്നെ അക്കാര്യം ചർച്ച ചെയ്യുന്നതിന് സിൻഡിക്കേറ്റ് യോഗം ചേരും. ഇലക്ഷൻ ചട്ടങ്ങൾ കഴിഞ്ഞാൽ സെനറ്റ് യോഗം ചേരുമെന്നും വൈസ് ചാൻസലർ ഡോക്ടർ ബിജോയ് നന്ദൻ പറഞ്ഞു. അത് നമ്മുടെ ഈ മാൻഡേറ്റിൽ വരുന്നതല്ല. ഞാൻ അതിനെ എന്തായാലും അതും നോക്കുന്നുണ്ട്. ഇത്രേ പറയുന്നുള്ളൂ. ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലോട്ട് പോകുന്നില്ല. അടുത്ത ദിവസം നമ്മളത് കൂടുന്നുണ്ട്, മീറ്റിംഗ് ഒക്കെ. അപ്പൊ അത് വിശദാംശങ്ങളിലോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ അത് ഞങ്ങൾ നോക്കുന്നുണ്ട്. ഞാനത് ഒരു നോക്കി കാര്യങ്ങൾ വേണ്ട രീതിയില് നോക്കാം. അത് എന്താന്ന് നോക്കട്ടെ. അത് ആദ്യം അത് നോക്കട്ടെ. ഞാൻ അതൊരു തീരുമാനമൊന്നും വന്നിട്ടില്ലല്ലോ. യൂണിവേഴ്സിറ്റി തലത്തിലൊരു തീരുമാനമോ അങ്ങനെ ഒരു പത്രത്തിൽ ഞാൻ വായിച്ചു ഒരു തീരുമാനം വന്നു, ഒരു അങ്ങനെയൊന്നും ഉള്ള ഒരു തീരുമാനം ഞങ്ങളൊരു ഇത് വന്നു, അത് നോക്കി, ഇത്രയേ ഉള്ളൂ. ഇപ്പൊ അതിലൊരു ഫൈനൽ തീരുമാനം അന്വേഷണം നടത്തുന്നു. പുതിയ അംഗങ്ങൾ പങ്കെടുക്കുന്ന കാര്യം ആ സമയം തീരുമാനിക്കും. കോപ്പിയടിച്ചതിന് നടപടി നേരിടുന്ന CPM നേതാവിന്റെ മകന് ശിക്ഷാ ഇളവ് നൽകാൻ തീരുമാനിച്ചെന്ന വാർത്ത ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം KSU പ്രവർത്തകർ സർവകലാശാലയിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തിയിരുന്നു. പിണറായിയിൽ അങ്കണവാടിയിൽ നിന്ന് തിളച്ച പാൽ നൽകി 5 വയസ്സുകാരന് ഗുരുതരമായി പൊള്ളലേറ്റ സംഭവം 2 പേർക്ക് സസ്പെൻഷൻ. അങ്കണവാടി അധ്യാപിക V രജിത, ഹെൽപ്പർ V ഷീബ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. മെയ് 7-ന് പിണറായി 18-ാം വാർഡിലെ കോളാട് അങ്കണവാടിയിലായിരുന്നു സംഭവം. ജീവനക്കാർക്കുണ്ടായത് കടുത്ത വീഴ്ചയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പൊള്ളലേറ്റിട്ടും മേലധികാരികളെ അറിയിക്കാത്തത് വലിയ പിഴവാണ്. ഹെൽപ്പർ V ഷീബയ്ക്കെതിരെ പിണറായി പോലീസ് കേസെടുത്തിരുന്നു. ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കാലവർഷം മെയ് 19 തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ ആൻഡമാൻ കടൽ, നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ശ്രീലങ്കയ്ക്കും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ചക്രവാത ചുഴിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ കർണാടകയ്ക്ക് മുകളിൽ നിന്നും വിദർഭയിലേക്ക് മറ്റൊരു ന്യൂനമർദ്ദ പാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 7 ദിവസം ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് 19-ന് അതിശക്തമായ മഴയ്ക്കും മെയ് 15 മുതൽ 19 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശ്രീ കൊട്ടിയൂർ ദേവസ്വം വൈശാഖ മഹോത്സവം മെയ് 21 മുതൽ ജൂൺ 17 വരെ നടക്കുമെന്ന് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. ഉത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. മെയ് 23 മുതൽ ജൂൺ 13 വരെയാണ് സ്ത്രീ ഭക്തജനങ്ങൾക്ക് പ്രവേശനം ഉള്ളൂ എന്നും ഭാരവാഹികൾ അറിയിച്ചു. പലതരത്തിലും കൊട്ടിയൂരിന് ഓർമ്മിക്കപ്പെടേണ്ട ഒരു വർഷമാണെന്ന് തോന്നുന്നു. കാരണം 100 വർഷം മുൻപ്, അതായത് 1923 അവിടെ ഒരു ദുരന്തം നടന്നതാണ്. ഇന്ന് കാണുന്ന കൊട്ടിയൂർ എല്ലാം ഒരു വലിയ മലവെള്ളപ്പാച്ചിലിൽ ഒന്നും കാണാത്ത തരത്തിൽ അന്നത്തെ ഉത്സവം കഴിഞ്ഞ് പോയതിന് ശേഷം 1 മാസത്തിന് ശേഷമുള്ള മഹാമാരി ആ ക്ഷേത്രത്തെ മുഴുവൻ മണ്ണിൽ മൂടി ഇട്ട ഒരു അവസരമായിരുന്നു. ആ ഉത്സവം കഴിഞ്ഞിട്ട് ഇന്നത്തെ നിലയിൽ ഈ ക്ഷേത്രത്തെ വീണ്ടും
ഈ രൂപപ്പെടുത്തിയിട്ട് 100ാമത്തെ വർഷമാണിത്. 2024 ഉത്സവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പ്രത്യേക വർഷമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു ദുരന്തത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ കൊട്ടിയൂരിൻ്റെ 100ാം വാർഷികമാണ് 2024. കഴിഞ്ഞ വർഷം 800ഓളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യം ഒരുക്കിയിരുന്നു. ഈ വർഷം ഇതുകൂടാതെ 1500 ചെറിയ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ 4 ഏക്കർ സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. 2023 വർഷത്തെ വൈശാഖ മഹോത്സവ കാലത്ത് അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടിട്ടും വലിയ പ്രശ്നങ്ങളില്ലാതെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. മെയ് 23 മുതൽ ജൂൺ 13 വരെയാണ് സ്ത്രീ ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. തിരക്ക് കണക്കിലെടുത്ത് ഭക്തജനങ്ങളെ നിയന്ത്രിക്കുന്നതിന് 1500ഓളം വിമുക്ത ഭടന്മാരെ വളണ്ടിയറായി ചുമതലപ്പെടുത്തും. അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരിനും പുറമെ കൂടുതൽ കേന്ദ്രങ്ങളിൽ പ്രസാദ വിതരണത്തിനും വഴിപാടിനും സൗകര്യമൊരുക്കും. അന്നദാനത്തിനും ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുടിവെള്ളം, ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്കും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ KC സുബ്രഹ്മണ്യൻ നായർ, എക്സിക്യൂട്ടീവ് ഓഫീസർ K ഗോകുൽ, രവീന്ദ്രൻ പൊയിലൂർ, N പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർവകലാശാല ശിക്ഷാ ഇളവ് അന്വേഷണം നടന്നു വരികയാണെന്ന് VC ഡോക്ടർ ബിജോയ് നന്ദൻ. ഈ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായില്ല. ചർച്ചകൾക്കായി സിൻഡിക്കേറ്റ് ചേരുമെന്നും വൈസ് ചാൻസലർ. ഏകദിന ശില്പശാലയുമായി ജില്ലാ വെറ്റിനറി അസോസിയേഷൻ. ശില്പശാല ഏക ആരോഗ്യം, ആരോഗ്യ വീക്ഷണം എന്ന സന്ദേശമുയർത്തി. പരിപാടി ലോക വെറ്റിനറി ദിനത്തോട് അനുബന്ധിച്ച്. പയ്യന്നൂർ ബ്രദേഴ്സ് ക്ലബിന്റെ ഓല PP അവാർഡ് പൊന്നാമ്പലയ്ക്ക്. ബാല്യത്തിലെ കഴിവ് തെളിയിച്ച കലാകാരിക്ക് നാടിന്റെ ആദരം. കുഞ്ഞു വേഷങ്ങളിലൂടെ സിനിമയിലും സാന്നിധ്യമറിയിച്ച് വൈഖരി സാവൻ എന്ന പൊന്നാമ്പല. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. കടലടിയിലൂടെ സഞ്ചരിക്കുന്ന ആഗ്രഹമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം മറൈൻ എക്സ്പോയിൽ വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. മാത്രമല്ല ഇവിടെ വേറെ പലതും ഉണ്ട്. എന്റെ കൂടെ വന്നാൽ കാണിച്ചു തരാം. നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ അറിയുന്നവർ ആരും കാണില്ല അല്ലേ?
സാറിന്റെ ജീവചരിത്രം ഓർമ്മിപ്പിക്കുന്ന ആർട്ട് വർക്ക്സ് ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഇനി നമുക്ക് കടലിനടിയിലേക്ക് പോയാലോ? ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കഡ് അക്രൈലിക് അണ്ടർവാട്ടർ ടണലിലൂടെ കടലിലെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് അടുത്തു കാണാം. മീനുകൾ മാത്രമല്ല ഇവിടെയുള്ളത്. വെള്ളത്തിനടിയിൽ നിന്നും PADI സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്കൂബ ഡൈവേഴ്സ് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നതാണ്. വിദേശത്ത് നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പലതരം എക്സോട്ടിക് പെറ്റ്സ് ഇവിടെ പവലിയനിൽ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നു. കടലിലെ വിസ്മയങ്ങളും കണ്ട് അങ്ങനെ അങ്ങ് പോയാലോ? ഇനിയും ഉണ്ട് ബാക്കി. ഇപ്പോൾ May 20 വരെയുള്ളൂ. ലൊക്കേഷൻ മറക്കണ്ട, കണ്ണൂർ പോലീസ് മൈതാനിയിലാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് വരെ മറൈൻ എക്സ്പോ എൻജോയ് ചെയ്യാം. വാർത്തയിലേക്ക്. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷന്റെ AVA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകാരോഗ്യം ആരോഗ്യ വീക്ഷണം എന്ന സന്ദേശമുയർത്തി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ലോക വെറ്റിനറി ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കണ്ണൂർ റോയൽ ഓമേഴ്സ് ഹാളിൽ നടന്ന ശില്പശാല ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരെല്ലാം പ്രോപ്പർ കോർ ടൗൺ ഏരിയ, എന്നാലും പശുക്കളെല്ലാം പുറത്തിറങ്ങി നടക്കുന്നതാണ്. സോ there are families who still are depending on domesticating on cows. പശുക്കൾ മാത്രമല്ല, ഈവൻ വന്യമൃഗങ്ങൾ പോലും കാണാറുണ്ട്. എന്റെ വീടിനടുത്തെല്ലാം മുള്ളപ്പന്നിയും കുറുമരിയൊക്കെ കാണാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സോ we are not a proper city or urban area per se. We are in Kerala. That's what my perspective is. അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ ഇപ്പോഴും മൃഗങ്ങളെ സ്നേഹിക്കുന്നതും വളർത്തുന്നവരുണ്ട്. We had a lot of problems with street dogs last year. ഈ വർഷം വീണ്ടും അത് തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ KK ബേബി മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് നടക്കുന്ന ടെക്നിക്കൽ സെഷനിൽ ഡോക്ടർ TV ജയകുമാർ മോഡറേറ്ററായി. ഡോക്ടർ CP ജോയ്, ഡോക്ടർ S നന്ദകുമാർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. ഡോക്ടർമാരായ P സരിക, വർഷ മേരി മത്തായി, TV ജയമോഹൻ, PK പത്മരാജൻ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ഓൾ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം May 19 ഞായറാഴ്ച പാർക്കിൻസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MN സുരേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റം കാരണം തദ്ദേശീയരായ തൊഴിലാളികൾക്ക് ജോലി കുറയുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ചെറിയ കൂലി വാങ്ങുന്നതാണ് ഇതിൽ ഒരു കാരണം. എന്നാൽ കേരളത്തിലെ ജീവിത സാഹചര്യത്തിൽ മിനിമം വേതനം 1000 രൂപ കിട്ടാതെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നമ്മളെ സംഘടന അല്ലെങ്കിൽ നമ്മളെ തദ്ദേശീയരായ തൊഴിലാളികൾ ഇന്ന് ഒരു വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം അന്യസംസ്ഥാന തൊഴിലാളികളുടെ അനിയന്ത്രിതമായ കടന്നുകയറ്റം കാരണം സ്വദേശീയരായ തൊഴിലാളികൾക്ക് തൊഴിൽ കുറഞ്ഞു വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. കാരണം സ്വദേശീയ മലയാളികളായ നമ്മൾക്ക് ഒരു മിനിമം വേതനം, ഒരു 1000 രൂപ എന്ന മിനിമം വേതനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബത്തെ നല്ല രീതിയിൽ അല്ലെങ്കിൽ മോശമല്ലാത്ത രീതിയിൽ സഹായിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അന്യസംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്കൊരു 200-300 രൂപ കിട്ടിയാൽ അവരെ സംസ്ഥാനത്തെ സംബന്ധിച്ച് അത് വലിയ തുകയാണ്. കാരണം കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു 1000 കിട്ടണം. പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്കൊരു 10, 200, 300 കിട്ടിയാൽ മതി. അങ്ങനെ നമ്മളെ ഇപ്പം ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നമ്മൾ ഏതെങ്കിലും ഒരു തുക പറഞ്ഞ സമയത്ത് അതിൻ്റെ പകുതി പോലും ഇല്ലാത്ത തുക പറഞ്ഞുകൊണ്ടാണ് അവർ ആ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം സ്വദേശീയരായ നമ്മൾക്ക് അനുഭവിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ലേബർ ഓഫീസിലേക്ക് ഒരു 2 മാസം മുന്നേ ഒരു വലിയൊരു ധർണ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട നമ്മളെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന ഇന്ന് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ സൂചിപ്പിച്ചുകൊണ്ട് ഒരു വലിയൊരു നിവേദനം അതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊടുത്തിരുന്നു. പക്ഷേ അതിനൊരു നമുക്ക് അനുകൂലമായൊരു
മറുപടി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന്, അല്ലെങ്കിൽ തൊഴിൽ വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ ലേബർ ഓഫീസുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടവരിൽ നിന്ന് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കൊരു അനുകൂലമായൊരു നിലപാട് എടുക്കണമെന്നാണ് നമ്മൾ ഈ സമയത്ത് സംഘടനക്ക് പറയാനുള്ളത്. 2008 അലച്ചുഴയിൽ രൂപം കൊടുത്ത സംഘടന 15 വർഷത്തിലധികമായി തൊഴിലാളികളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ബാബു പുന്നാട് അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ബാബു പുന്നാട്, സെക്രട്ടറി ശശീന്ദ്രൻ CV, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സുധൻ മട്ടന്നൂർ, രാജേഷ് കണ്ണൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇരിക്കൂർ പടിയൂരിൽ ജ്യേഷ്ഠനെ കുത്തിക്കൊന്ന സംഭവത്തിൽ അനുജനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പിടികൂടി. പടിയൂർ ചാളംവയൽ കോളനിയിലെ രാജീവനെ കുത്തിക്കൊന്ന കേസിൽ ഇയാളുടെ അനുജൻ സജീവനെയാണ് ഇരിക്കൂർ SHO ഇൻസ്പെക്ടർ MM അബ്ദുൽ കരീമിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മെയ് 6-ന് വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. വാക്തർക്കത്തിനിടെ സജീവൻ ജ്യേഷ്ഠനെ കുത്തുകയായിരുന്നു. തുടർന്ന് ഒളിവിൽ പോയ സജീവന് വേണ്ടി വനത്തിലടക്കം തെരച്ചിൽ നടത്തിയിരുന്നു. കൊലപാതകത്തിന് ശേഷം ഇയാൾ സമീപത്തെ വനത്തിലേക്കാണ് രക്ഷപ്പെട്ടിരുന്നത്. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വനത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കർണാടകയിലെ കുടക് പ്രദേശം സജീവന് ഏറെ പരിചിതമായതിനാൽ വിരാജ്പേട്ട, സിദ്ധാപുര, ഗോണിക്കുപ്പ തുടങ്ങിയ സ്ഥലങ്ങളിലും കർണാടക വനത്തിലുമാണ് അന്വേഷണം നടത്തിയത്. കണ്ണൂർ സർവകലാശാലയിലെ 117 കോളേജുകളിൽ ഈ വർഷം മുതൽ 4 വർഷ ബിരുദ ഓണേഴ്സ് കോഴ്സുകൾ ആരംഭിക്കുമെന്ന് വൈസ് ചാൻസലർ സീനിയർ പ്രൊഫസർ ബിജോയ് നന്ദൻ പറഞ്ഞു. അവസാന സെമസ്റ്റർ റിസർച്ചിന് ഇന്ത്യയിലെ ഏത് സർവകലാശാലയും വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാമെന്നും അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും VC പറഞ്ഞു. ഓണേഴ്സിന് 176 ക്രെഡിറ്റ് ലഭിക്കുന്നവർക്ക് നെറ്റ് എഴുതി ഗവേഷണത്തിലേക്ക് പോകാം. കൂടാതെ 5 വർഷ PG കോഴ്സുകളും ഈ വർഷം ആരംഭിക്കും. ഫിസിക്കൽ സയൻസ്, ക്ലിനിക്കൽ സൈക്കോളജി, ആന്ത്രപ്പോളജി സയൻസ് തുടങ്ങിയ വിഷയങ്ങളിലാണ് 5 വർഷ PG കോഴ്സുകൾ ആരംഭിക്കുകയെന്നും വൈസ് ചാൻസലർ വ്യക്തമാക്കി. നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നമ്മൾ ഈ വർഷം വളരെ പുതിയൊരു അക്കാഡമിക് റീസ്ട്രക്ചറിങ്, റീഓറിയൻറ്റേഷൻ, റീലോഞ്ചിങ് ഫ്രെയിംവർക്കിലേക്ക് നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി മുതിർന്നിരിക്കുകയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ 117 കോളേജുകളിലും അഫിലിയേറ്റഡ്, അതിൽ എയ്ഡഡ്, അൺഎയ്ഡഡ്, സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നമ്മൾ ഈ FIUGP കോഴ്സുകൾ, പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്യുകയാണ്. അത് തുടങ്ങുകയാണ് ഈ വർഷം. അതിൻ്റെ അടുത്ത ആഴ്ച നമ്മൾ ആപ്ലിക്കേഷൻസ് ഓൺലൈനായിട്ട് കുട്ടികൾക്ക് സമർപ്പിക്കാം. നമ്മൾ ജൂലൈ പകുതിയോടെ അഡ്മിഷൻ, ഓഗസ്റ്റ് തുടക്കം വരെ അതിൻ്റെ സ്പോട്ട് അഡ്മിഷൻ വരെ അത് തുടരും. അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ FIUGPയുടെ എല്ലാ സ്കില്ല്, ജോലി സാധ്യതകൾ, സ്കിൽ ഓറിയൻറ്റഡ്, ഇതെല്ലാം നമ്മൾ ആ രീതിയിലേക്ക് ആസൂത്രണം ചെയ്ത ഒരു കാഴ്ചപ്പാടിൽ കൂടാണ് നമ്മൾ ഈ FIUGP 4-year അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. EMS സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയവും ഷൈൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തൃക്കോത്തും സംയുക്തമായി നിർമ്മിച്ച സഖാവ് വാടി പവിത്രൻ സ്മാരക വെയിറ്റിംഗ് ഷെൽട്ടർ നാടിന് സമർപ്പിച്ചു. M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി എല്ലാ പ്രവർത്തനത്തിലും ഈ നാടിന് വേണ്ടി മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച സഖാവ് വാടി പവിത്രേട്ടൻ 2018 നമ്മെ വിട്ടുപിരിക്കുന്നത്. വാടി പവിത്രേട്ടൻ്റെ ഓർമ്മകൾ എന്ന് നിലനിൽക്കണമെന്ന് ഈ പ്രദേശത്തെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം, അതോടൊപ്പം തന്നെ EMS വായനശാല, ഷൈൻ സ്റ്റാർ ഉൾപ്പെടെ തീരുമാനമെടുത്തതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ ഏറ്റവും സജീവമായി ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഉപയോഗപ്രദമാകുന്ന വിധത്തിലേക്ക് ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ്, ആ ഷെൽട്ടറിൻ്റെ ഭാഗമായി തന്നെ മാറ്റണമെന്ന് തീരുമാനമെടുത്തത്. ഈ ചൈനാക്ലെ റോഡ് നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. തളിപ്പറമ്പിലേക്കുൾപ്പെടെയുള്ള, ധർമ്മശാലയിലേക്കുൾപ്പെടെയുള്ള യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബസ് വെയിറ്റിംഗ് കേന്ദ്രം കൂടിയാണ്. കണ്ണപുരത്തെ ട്രേഡ് യൂണിയൻ രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു സഖാവ് വാടി പവിത്രൻ. ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ നേതാവെന്ന നിലയിൽ അവരുടെ തൊഴിൽപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വാടി പവിത്രൻ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കണ്ണപുരത്തെ തൃക്കോത്ത് പറമ്പത്ത് പ്രദേശത്തെ കലാ സാംസ്കാരിക കായിക മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് സജീവമായ നേതൃത്വമാകാൻ വാടി പവിത്രന് സാധിച്ചു. തൃക്കോത്ത് വായനശാലയുടെ സ്ഥാപനത്തിൽ വാടി പവിത്രന് പ്രധാന പങ്കുണ്ടായിരുന്നു.
ചടങ്ങിൽ കെ രമേശൻ, കെ വി രാമകൃഷ്ണൻ, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ N ശ്രീധരൻ, TV ലക്ഷ്മണൻ, M ശ്യാമള, TV രഞ്ജിത്ത്, CITU നേതാവ് T പുരുഷോത്തമൻ, ഷൈൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി K പുരുഷോത്തമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മലയാളികളായ കുട്ടികൾക്ക് പയ്യന്നൂർ ബ്രദേഴ്സ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ OLPP അവാർഡ് മയിൽ കയറളം ഒറപ്പടി സ്വദേശിനിയായ പൊന്നാമ്പലയ്ക്ക് ലഭിച്ചു. പയ്യന്നൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് പയ്യന്നൂർ നഗരസഭാ അധ്യക്ഷ KV ലളിത, K ഷാജി, കേരള ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറി M പ്രദീപ് കുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാളിൽ നിന്നും പൊന്നാമ്പല അവാർഡ് ഏറ്റുവാങ്ങി. നാടൻ കല, നാടക, സിനിമാ പ്രവർത്തകരായ ജിജു ഒറപ്പടി, ശിശിരാക്കാരായി ദമ്പതികളുടെ മകളാണ് 3ാം തരം വിദ്യാർത്ഥിനിയായ വൈഖരി സാവൻ എന്ന പൊന്നാമ്പല. കേരളത്തിനകത്തും പുറത്തും നാടൻപാട്ട് പരിപാടികൾ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കുഞ്ഞു വൈഖരി 2 വയസ്സിൽ കയറളം ഒറപ്പടിയിൽ നടന്ന ഒരു സാംസ്കാരിക പരിപാടിക്കിടയിൽ തന്റെ പാട്ടുപാടാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും യാതൊരു പരിശീലനവുമില്ലാതെ വേദിയിലെത്തി മിന്നാമിനുങ്ങെ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ച് കാണികളുടെ കയ്യടി നേടിയാണ് കലാരംഗത്ത് കടന്നുവന്നത്. 2.5 വയസ്സിൽ ഒറപ്പടി കലാകൂട്ടായ്മയുടെ നാട്ടുത്സവം നാടൻ പാട്ടുമേളയിലൂടെ ഉത്തര മലബാറിലെ നിരവധി വേദികളിൽ നാടൻ പാട്ടുകൾ പാടി തുടങ്ങിയ വൈഖരി 3ാം വയസ്സിൽ തന്നെ TV സിനിമാ താരങ്ങളുടെ കൂടെ മെഗാ ഷോകളിലും സാന്നിധ്യമായി. പ്രളയകാലത്ത് പാട്ടുവണ്ടിയിലൂടെ തുക സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്ന ഒറപ്പടി കലാകൂട്ടായ്മയുടെയും നാട്ടുകലാകാരന്മാരുടെയും പ്രവർത്തനത്തിൽ പങ്കാളിയായി. കൊറോണ കാലത്ത് നവമാധ്യമങ്ങളിലൂടെ നിരവധി ഓൺലൈൻ തത്സമയ പരിപാടികൾ അവതരിപ്പിച്ചു. പൊന്നമ്പല എന്ന പേരിൽ കൊറോണ ബോധവൽക്കരണ നാടകം ഓൺലൈനിലൂടെ അവതരിപ്പിച്ച് ആയിരക്കണക്കിന് പ്രേക്ഷകരുടെ അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങി. മുന്ന, വെളുത്ത മധുരം എന്നീ സിനിമകളിലും ചെറിയ വേഷം ഈ കൊച്ചു കലാകാരി ചെയ്തിട്ടുണ്ട്. അദീന നാടക നാട്ടറിവ് വീടിന്റെയും ഒറപ്പടി കലാകൂട്ടായ്മയുടെയും നാടൻ പാട്ടുമേളയുടെ പരിശീലനം നിരന്തരം കണ്ടാണ് വൈഖരിയും നാടൻ പാട്ടുരംഗത്തേക്ക് കടന്നു വന്നത്. ഇപ്പോൾ കണ്ണൂർ അദീന നാടക നാട്ടറിവ് വീടിന്റെ നാട്ടുമൊഴി, പാട്ടുറവ എന്നീ നാടൻ പാട്ടുമേളകളിലെയും അദീന ഫോക്ക് മെഗാ ഷോകളിലെയും മിന്നും താരമാണ്. 9 വയസ്സിനിടയിൽ കേരളത്തിലെ മിക്ക ജില്ലകളിലും മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിലുമായി 500ലേറെ വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ കരിങ്കൽക്കുഴി ഭാവന തിയേറ്റേഴ്സിന്റെ 2022 ഭാവന നവപ്രതിഭ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. IFKKയിൽ ചലച്ചിത്ര അക്കാദമിയുടെ അനുമോദനം ലഭിച്ചിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ അന്തേവാസികൾക്കായി പാട്ടുകൾ പാടിയും ജയിൽ സൂപ്രണ്ടിന്റെ അനുമോദനവും ആദരവും ലഭിച്ചിട്ടുണ്ട്. 2023 കലാഭവൻ മണി ഫൗണ്ടേഷന്റെ പ്രഥമ ബാല്യശ്രീ പുരസ്കാരവും അഭിനയത്തിന് ഭരത് PJ ആന്റണി സ്മാരക ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. നാടൻ കലാ അക്കാദമി അവാർഡ് ജേതാക്കളായ റംഷി പട്ടുവം, ശരത് കൃഷ്ണൻ എന്നിവർ ചേർന്നാണ് പൊന്നമ്പലയ്ക്ക് പരിശീലനം നൽകുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. നൂഞ്ഞേരി മർക്കസുൽ ഹുദ 15ാം വാർഷിക സനദ്ദാന സമ്മേളനവും ഉസ്താദ് 23ാം ആണ്ട് നേർച്ചയും മെയ് 17, 18, 19 തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വെള്ളി വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന സിയാറത്തിന് K അബ്ദുറഹ്മാൻ സഅദി, അബ്ദുള്ള സഖാഫി മഞ്ചേരി എന്നിവർ നേതൃത്വം വഹിക്കും. 3:30 സ്വാഗത സംഘം ചെയർമാൻ ബഷീർ അർഷദി ആറളം പതാക ഉയർത്തും. 4 മണിക്ക് നടക്കുന്ന ആലുമിനി മീറ്റ് സയ്യിദ് ജസീൽ അഹ്സാനി ഉദ്ഘാടനം ചെയ്യും. വളരെ ധന്യമായ ജീവിതം നയിച്ച് 2002 പിരിഞ്ഞുപോയ ഒരു സാത്വികനായ പണ്ഡിതനാണ്. നൂഞ്ഞേരിയിൽ ജനിച്ച് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ആ മഹാൻ്റെ സ്മാരകമായി 15 വർഷമായി പ്രവർത്തിക്കുന്ന മർക്കസുൽ ഹുദ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ റിലീഫ് പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ട് അതിൻ്റെ 15ാമത്തെ വർഷത്തിലേക്ക് കടന്നു. അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനം വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹിഫ്ദുൽ ഖുർആൻ കോളേജാണ്. അതിൽ നിന്ന് ഖുർആൻ മനഃപ്പാഠമാക്കി പുറത്തിറങ്ങുന്ന 14 ഹാഫിദുകൾക്ക് സനദ് കൊടുക്കുന്ന പരിപാടിയും ഈ വരുന്ന വെള്ളിയാഴ്ച അവിടെ നടക്കുകയാണ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി വിവിധ പരിപാടികൾ, പണ്ഡിത സമ്മേളനം, ശിഷ്യ സംഗമം, ആത്മീയ വേദി,
സന്നദ്ധാന സമ്മേളനം, ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ 3 ദിവസങ്ങളിലായി നടക്കുകയാണ്. നസീർ സാദി അധ്യക്ഷത വഹിക്കും. വൈകുന്നേരം 6 മണിക്ക് ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കി പുറത്തിറങ്ങുന്നവർക്കുള്ള സ്ഥാനവസ്ത്ര വിതരണം മുത്തുക്കോയ തങ്ങൾ മാലോട്ട്, സയ്യിദ് ഷംസുദ്ദീൻ ബ അലവി തുടങ്ങിയവർ നിർവഹിക്കും. രാത്രി 7 മണിക്ക് നടക്കുന്ന സന്നദ്ധാന സമ്മേളനം സയ്യിദ് സുഹൈൽ അസഖാഫിന്റെ അധ്യക്ഷതയിൽ പട്ടുവം KP അബൂബക്കർ മുസലിയാർ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് അലി ബാഖഫി തങ്ങൾ സന്നദ്ധാനവും പേരോട് അബ്ദുൾ റഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണവും നടത്തും. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിക്കും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന മുൽത്തക്കൽ ഉലമ അബ്ദുസമദ് ബാഖഫി വേശാലയുടെ അധ്യക്ഷതയിൽ അബ്ദുള്ളക്കുട്ടി ബാഖഫി ഉദ്ഘാടനം ചെയ്യും. PK ഉമ്മർ മുസ്ലിയാർ വാരം വിഷയാവതരണം നടത്തും. ഞായറാഴ്ച രാത്രി 7 മണിക്ക് നടക്കുന്ന ഷാദുലി റത്തീബിന് സയ്യിദ് മുഹമ്മദ് ആറ്റക്കോയ തങ്ങൾ അടിപ്പാലം, ഹനീഫ ഹാജി വളവട്ടണം തുടങ്ങിയവർ നേതൃത്വം വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ അബ്ദുൾ റഷീദ് ദാരിമി, നസീർ സാദി, PK അബ്ദുറഹ്മാൻ മാസ്റ്റർ, സയ്യിദ് മുത്തു തങ്ങൾ, ബഷീർ അർഷദി, അഷ്റഫ് ചേലേരി തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6715 രൂപ, പവന് 53,720 രൂപ, വെള്ളി 90 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർവകലാശാല ശിക്ഷാ ഇളവ് അന്വേഷണം നടന്നു വരികയാണെന്ന് VC ഡോക്ടർ ബിജോയ് നന്ദൻ. ഈ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായില്ല. ചർച്ചകൾക്കായി സിൻഡിക്കേറ്റ് ചേരുമെന്നും വൈസ് ചാൻസലർ. ഏകദിന ശില്പശാലയുമായി ജില്ലാ വെറ്റിനറി അസോസിയേഷൻ. ശില്പശാല ഏക ആരോഗ്യം, ആരോഗ്യ വീക്ഷണം എന്ന സന്ദേശമുയർത്തി. പരിപാടി ലോക വെറ്റിനറി ദിനത്തോട് അനുബന്ധിച്ച്. പയ്യന്നൂർ ബ്രദേഴ്സ് ക്ലബിന്റെ ഓല PP അവാർഡ് പൊന്നാമ്പലയ്ക്ക്. ബാല്യത്തിലെ കഴിവ് തെളിയിച്ച കലാകാരിക്ക് നാടിന്റെ ആദരം. കുഞ്ഞുവേഷങ്ങളിലൂടെ സിനിമയിലും സാന്നിധ്യമറിയിച്ച് വൈഖരി സാവനെന്ന പൊന്നാമ്പല. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.